ഫോൺ വിളിച്ചെടുക്കല് കേട്ടോ. അല്ല, എടുക്കത്തില്ലെന്നറിയാം, അതാ വന്നത്. അല്ലയാ, ശരി, പ്ലാൻ എന്തോ? എടാ, ഞാൻ നിന്റെ അമ്മ ഇന്നലെ കൂടി കണ്ടേ ഉള്ളൂ. അവർക്ക് നിന്റെ കാര്യത്തിൽ ഭയങ്കര സങ്കടമുണ്ട്. നീ എന്താ അവരുടെ കാര്യം ആലോചിക്കാത്തെ? ഓ, സ്നേഹ ടീച്ചർ ഉപദേശം തുടങ്ങി. എടാ, നീ ഒന്നും മിണ്ടാതിരിക്കാവോ? ഓ എടാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ്. അത് തന്നെ നീ ഇനി ആലോചിച്ചിരുന്നിട്ട് എന്ത് കിട്ടാനാ? നിന്റെ ഭാവി പ്ലാൻ എന്തുവാ? എടാ വാ, വന്ന് റെഡിയാവും. ഇങ്ങോട്ട് നീ ഒന്ന് വാടേ, നമുക്കൊരു റൗണ്ട് അടിച്ചേച്ച് വരാം. COPD എക്സാസർബേഷൻ ഉണ്ട്. ഓക്സിജൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യ്. ഫാസ്റ്റ് ഫാസ്റ്റ്. സോറി, വി കുഡ്ന്റ് ഹെൽപ്പ്. റിയലി സോറി. അബി, നീ എന്തൊന്നും മിണ്ടായിരിക്കുന്നത്? ഇതാരുടെ വണ്ടിയാ? പുതിയ വണ്ടിയാടാ, 2 മാസം എടുത്തിട്ട്. നമ്മളെങ്ങോട്ട്? ആദ്യം നമുക്കൊരു സിനിമയ്ക്കോ, ബാക്കിയൊക്കെ പിന്നെ. ഞാനില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷേ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എൻ്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എൻ്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല, അവ ഞങ്ങളുടെ ജീവിതം താറുമാറാക്കും. എടാ എടാ അബി, എന്തുവാ നീ? എന്തിനാ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നേ? എടീ, വർഷങ്ങൾക്ക് മുമ്പ് നിരോധിച്ച സാധനം ഇപ്പോഴും ഈ പട്ടിക്കാട്ടിൽ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അളിയാ, ഇതൊക്കെ അറിയാനായിട്ടാണോ? പക്ഷെ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അളിയാ, ഇവിടൊക്കെ ഇങ്ങനെ. പിന്നെ ഇത് വാങ്ങി ഉപയോഗിക്കാൻ ആരും നിർബന്ധിക്കുന്നൊന്നുമില്ലല്ലോ. എന്തുവാടി? അബിയെ, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞു. ഇതിനകത്തിപ്പോൾ നമ്മളെന്തോ ചെയ്യാൻ? ഇതിപ്പോൾ നമ്മൾ വിചാരിച്ചാലും ഒന്നും ചെയ്യാനില്ല. അതെ, നമ്മളിത് ഉപയോഗിക്കാതിരിക്കാം, അത്രേ ഉള്ളൂ. കൂട്ടിക്കണം. ഇപ്പം പോയപ്പോഴും ഞാൻ കണ്ടതാ അവൻ സാധനം എടുത്ത് കൊടുക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെ കാര്യം വീട് 10ഉം 15ഉം പൈസയുള്ള പിള്ളേരാണ് അവൻ സാധനം വാങ്ങിക്കുന്നത്. നീ എന്തോ ഉദ്ദേശിക്കുന്നത്? ഹലോ, എക്സൈസ് ഓഫീസല്ലേ? സാർ, ഈ ആലമ്പുഴ ജംഗ്ഷനിലെ അശോക് സ്റ്റോഴ്സിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ വേണ്ട നടപടികൾ എടുക്കണം. എടാ, നീ ഇത് വിളിച്ച് പറഞ്ഞുകൊണ്ട് എന്തേലും പ്രയോജനം ഉണ്ടാവും നിനക്ക് തോന്നുന്നുണ്ടോ? ഡാബി, നീ ഇത് കണ്ടോ? ഈ നിരോധിത പുകയിലക്കാട്ടിലും ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നു, അഡിക്റ്റ് ആവുന്നു, ബാധിക്കപ്പെടുന്നു ഈ സാധനമായി. ഇതാണെങ്കിൽ ഗവൺമെൻറ് ടാക്സ് മേടിച്ചാണ് വിൽക്കുന്നത്. അതൊന്നും എനിക്കറിയണ്ട. എൻ്റെ ചേട്ടൻ മരിക്കാൻ കാരണമായി സാധനം അവൻ ഈ നാട്ടിൽ വിൽക്കണ്ട, അത്രേ ഉള്ളൂ.
പറടാ. ഹലോ അളിയാ, എടാ രാജീവൻ എന്നിട്ട് രാത്രി എക്സസൈസ് നോക്കി. നമ്മളെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ അറിയോ? ഞാനാണ് പുറത്തോട്ട് ഇറങ്ങിയില്ല, ഒരു ചെറിയ പേടി. അറിയുന്നെങ്കിൽ അറിയട്ടാ. രാജീവ് ഇവരെല്ലാം എക്സസൈസ് കൊണ്ടുപോകും. അണ്ണാ ഒരു കൂള്. എടാ കൊച്ചു മൈരെ ഒന്ന് പതുക്കെ പറയടാ. ഇത് ടാക്സ് കൊടുത്ത് വാങ്ങുന്ന സാധനമൊന്നുമല്ല. നിനക്കെന്താടാ? ഒരു പഞ്ചസാര. അണ്ണാ മിനിഞ്ഞാന്ന് മേടിച്ച പാക്കറ്റ് മൊത്തം പൊട്ടിയതായിരുന്നു, നഷ്ടമായി പോയി. എന്നാ നീ ഒരു കാര്യം ചെയ്ത് ആ കൺസ്യൂമർ കോർട്ടിൽ കൊണ്ട് പരാതി വിടും. എൻ്റെ പൊന്നു മോനെ, എൻ്റെ തന്തയൊന്നുമല്ല അത് ഉണ്ടാക്കുന്നത്. വേണേ പോയിട്ട് പോ. വേണേ എടുത്തിട്ട് പോടാ. എന്നാല് അതെങ്ങനെ അളിയാ? അതാടാ ഈ സാധനം എടുത്ത് തൂക്കിട്ട ഒറ്റ ദിവസം കൊണ്ട് വെളി വന്ന്. കാശറിഞ്ഞാണോ? എടാ ഈ പലചരക്ക് കച്ചവടം നടത്തുന്നവനൊക്കെ ഇതുപോലുള്ള കേസിൽ നിന്ന് ഊരി പോരാ എവിടെ നിന്നാ കാശ്? അതിനവൻ അത് മാത്രമല്ലല്ലോ ചെയ്യുന്നത്. ഇതാ ഞാൻ അന്നേ പറഞ്ഞ ഇതിൻ്റെ ഒന്നും പുറകെ പോകണ്ടാന്ന്. എത്ര കൊല്ലമായിട്ട് അയാൾ ഈ സാധനം കച്ചവടം ചെയ്യുക. ഇവൻ്റെയൊക്കെ പിന്നെ നല്ല മുട്ടൻ ടീംസാണ്. എന്നാലും എന്താ സംഭവിച്ചെന്ന് അറിയണ്ടടാ. ആ അളിയ, പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ചേട്ടനുണ്ട്, ആ അയാൾ എക്സൈസിലാ. നമുക്ക് അങ്ങനെ നോക്കിയാലോ? അതിന് നിൻ്റെ നമ്പർ ഉണ്ടോ? ഫോണിലുണ്ട്. എന്നാ പോയി നോക്ക്. എടാ പിന്നെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടുമെന്ന് അറിയത്തില്ല. നീ നോക്ക്. ആ സതീഷ് ചേട്ടാ, എക്സൈസ് ഓഫിൻ്റെ ഫ്രണ്ടിലുണ്ട്. സുഖമാണ്. ആ വാ അങ്ങോട്ടേക്ക്. അഭിജിത്തെ, ചില സമയത്ത് ഇത് ലീഗലാണെന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് സാധനം ഇവിടെ കിട്ടും. ചേട്ടാ രാജീവ് എങ്ങനെ ഊരിപ്പോയി? ഓ, അത് സ്ഥിരം പരിപാടിയാണ്. പിടിച്ച സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിയെ കണക്കിൽ കുറയ്ക്കും. പിന്നെ കുറച്ച് പിടിപാടുണ്ടെങ്കിൽ ഫൈനും അടച്ച് ഈസി ആയിട്ട് ഊരിപ്പോരാം. അപ്പോൾ ഈ രാജീവൻ എത്ര അടിച്ച് കിട്ടി? 9,000. എന്നിട്ടും പിറ്റേന്നിറങ്ങിയാൽ ഇത് തന്നെ ചെയ്യുന്നേ. നിങ്ങൾ എന്തോ വിചാരിക്കുന്നത്? അന്യ സംസ്ഥാനത്ത് നിന്ന് 12 രൂപയ്ക്ക് കിട്ടുന്ന ഈ സാമാനം ഇവിടെ കൊണ്ടുവന്ന് 70 രൂപ 80 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇടനിലക്കാരന് പോയിട്ട് ഒരു പാക്കറ്റിന്റെ പുറത്ത് 40 രൂപ അവർക്ക് ലാഭമാണ്. ഓ, അതൊരു 100 എണ്ണം പോയി കഴിഞ്ഞാൽ 4000 രൂപയാണ് ലാഭം. ചൈനീ കൈനി, ഗണേഷ്, ശംഭു, ഹാൻസ്, ഇതുപോലെ എത്ര ഐറ്റംസ്. അപ്പം തന്നെ അവൻ്റെ ഒരു ദിവസത്തെ വരുമാനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ കിട്ടുമ്പോൾ മാസത്തിൽ 5 തവണ എക്സൈസ് പിടിച്ചാലും ഫൈനടച്ച് ഊരിപ്പോരാനുള്ള കാശ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നിർത്താൻ പറ്റത്തില്ലേ? അങ്ങനെയല്ല, ഇതിനൊരു ചൂടില്ല. പിന്നെ 4 ആളറിഞ്ഞ് ചർച്ചയായി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഊരിപ്പോരാൻ പാടായിരിക്കും. എടാ അയാൾ പറഞ്ഞാലും കാര്യമുണ്ട്. ഈ 4 ആളറിഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി കഴിഞ്ഞാലേ പിന്നെ ഈ ഉടായ്പയിൽ നിന്ന് ഊരിപ്പോരുന്ന കാര്യം നടക്കുന്ന കാര്യമൊന്നുമില്ല. അതിനിപ്പോൾ എന്തോ ചെയ്യാനാ? കിട്ടി. നമുക്ക് അയാളെ വെച്ചൊരു അൺബോക്സിങ് വീഡിയോ ചെയ്താലോ? എന്ത് അൺബോക്സിങ്? ഈ സാധനമൊക്കെ അൺബോക്സിങ്. ഓ അളിയാ പ്ലീസ്, അയാളെ അൺബോക്സിങ് ടിക്ടോക്ക് ഒക്കെ ചെയ്ത് ഏറി കയറ്റുന്ന കാര്യമല്ല പറഞ്ഞത്. എടാ നീ പറ. അളെ ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത്? ബൾക്ക് സാധനമായിട്ട് അയാളെ കൈ കിട്ടണം. അതിനയാൾ സാധനം പൊടുത്തുന്നത് അവിടെ നിന്ന് അറിഞ്ഞല്ലോ. എന്തുവാടാ? എന്തുവാ ഇത്? അത് ശരി, ഇത്രയാണ് നിന്നോടാണോ മൈര ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ? എടുക്കടാ.
കൊള്ളടാ, നന്നായിട്ടുണ്ട്. നീ കടകള മയിര്, ഒരുത്ത മൂക്കേതാ വായെന്നറിയാതെ നരകിച്ചത്ത് കിടന്ന് അവന്റെ അമ്മൂമ്മയുടെ കൂട്. എങ്ങോട്ട് പോടാ അളിയ? നിക്ക്, നിക്കടാ അവിടെ. പെതുക്കെ പോയ എന്തോ ഇങ്ങനെ. നീ ഇത് നിർത്തിയെന്ന് പറഞ്ഞിട്ട് നിർത്തിയതാടാ, പിന്നെയും തുടങ്ങി. എന്നാൽ പിന്നെ അവൻ്റെ മുമ്പിൽ വരുമ്പോഴേക്കും എടുത്ത് മാറ്റിക്കൂടെ കോപ്പേ. സോറി അളിയ. ഇനിയിപ്പോൾ എന്താ പറയുക, നീ പോയി സംസാരിക്കിപ്പോൾ. അളിയ സോറി. എന്തിനൊന്ന് പോടേ, നീയൊക്കെ എന്തെങ്കിലും കുത്തിക്കരി ചാവ്. എനിക്കിപ്പോൾ ഉള്ളതൊക്കെ പോയി. അളിയ എടാ അത് വിടറാ. അളിയ സത്യമായിട്ട് ഞാൻ നിർത്തിക്കോളാം. കണ്ടോ, ഇപ്പോഴും നിർത്തിക്കോളാന്നാ പറഞ്ഞത്, നിർത്തോന്നല്ല പറഞ്ഞത്. എൻ്റെ പൊന്നളി, അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല. ഞാൻ പതിയെ പതിയെ നിർത്തിക്കോളാം. നീയൊക്കെ എന്തേലും ചെയ്യടേ. നീ രാജുവിൻ്റെ ഇടയിൽ സാധനം വാങ്ങിക്കുന്നത് ആണ്. അങ്ങനെ ഒരു പണിയുണ്ട്, നീ നാളെ തൊട്ടോടെ പോയി സാധനം വാങ്ങിക്കണം. അണ്ണാ ഒരു സി, അണ്ണാ ഒരു സി, ഒരു സി, അണ്ണാ ഒരു സി, അണ്ണാ ഒരു സി. ഹലോ, പറയടാ. സാധനം തീർന്നു കേട്ടോ. അപ്പോൾ ഇനിയാണ് പണി. ഇന്ന് രാത്രി തൊട്ട് നമ്മൾ അവനെ ഫോളോ ചെയ്യണം. അപ്പോൾ സാധനം തീർന്ന സ്ഥിതിക്ക് എന്തായാലും അവൻ ബൾക്ക് സ്റ്റോക്ക് എടുക്കും. അപ്പോൾ അതവൻ പോയി എടുക്കുവാണോ ആരെങ്കിലും കൊണ്ടു കൊടുക്കുവാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അളിയ, നീ വിനയനെ വിളിച്ചായിരുന്നു? അവനെ വിളിച്ച ആ സ്ഥലത്തില്ലെന്ന്. മണിയുമ്പതായിട്ട് ആൾ കട അടയ്ക്കുന്നില്ലടാ. അയ്യോ, അടയ്ക്കാൻ പോകുന്നതോട് നോക്കല്ലേ. ഫോളോ ചെയ്യാൻ ഇറങ്ങിയിട്ട് വണ്ടിയിൽ പെട്രോളൊക്കെ ഉണ്ടോടെ? പിന്നെ 50 രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിച്ചായിരുന്നു. പോയി 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 വണ്ടി വണ്ടി പെട്ടെന്ന് പെട്ടെന്ന്. അത് ശരി, അതിന് വീട്ടിൽ പോകാൻ എസ്കോട്ട് വന്നതാണോ? നീ ഉണ്ടാവേ. നോക്കണേ, പയ്യെ പയ്യെ, ശബ്ദം ഉണ്ടാക്കല്ലേ. ആരെങ്കിലും കണ്ട കക്കാൻ വന്നതാണെന്നേ പറയത്തുള്ളൂ. ചുമ്മാ അരിയടി. ഇയാൾക്കൊരു മോളുണ്ടല്ലോ അശ്വതി, ആരെങ്കിലും കണ്ട അവള് വിളിച്ചിട്ട് വന്നെന്ന് പറഞ്ഞാൽ മതി. 3 പേരും കൂടോ? അവളെന്താ മൂഞ്ചാലിയോ? മിണ്ടായില്ലേ. ഓ, രാത്രി കുളിച്ചൊരുങ്ങി കുട്ടപ്പനിട്ട് ഇവൻ എങ്ങോട്ടാളാ പോക്ക് കണ്ടിട്ട് കുണ്ടറ ഓമനയുടെ വീട്ടിലോട്ടാണെന്നാ തോന്നുന്നത്. അതറിയാനില്ലടാ വന്നിരിക്കുന്നത്. എടാ എടാ, നമ്മളെ വണ്ടി ഇരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഓ, അവൻ ശ്രദ്ധിക്കത്തില്ലായിരിക്കും. വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് അവനെ മിസ്സാവില്ലേ? അവൻ പോന്ന് വാ, പെട്ടെന്ന് പെട്ടെന്ന് അമ്മാരെ വിട്ടോ വിട്ടോ.
വണ്ടി ഒതുക്കോ, നീ സൈഡ് വെക്ക്. ആ ഓക്കെ ഓക്കെ ഓക്കെ. എടുക്കെടുക്ക്, വണ്ടി വരുന്നു, വണ്ടി വരുന്നു. മാറി മാറി മാറി. വാടാ വാടാ, അവന്റെ പറയപ്പോ. അങ്ങോട്ട് നീ എക്സൈസിലെ മറ്റേ സതീശൻ സാറിനെ വിളിച്ചായിരുന്നു. വിളിച്ചു പറഞ്ഞതാ. രാജീവേ, എങ്ങോട്ടായി നട്ടപ്പാതിരിക്ക്? സാർ ആശുപത്രി. അത് ചുമ്മാ ഇങ്ങോട്ടിറങ്ങിയാട്ടെ. ആശുപത്രി പോയതാണേ, കൈ മരുന്നാണല്ലോ. ഡോ, ഇവനെ പിടിച്ചോ. ഓടിക്കളഞ്ഞാൽ അതിൻ്റെ പുറകെ അടക്കേണ്ടി വരും. സതീഷേ, തനിയൊന്ന് ഓ. ടോർച്ചൊന്ന് അടിച്ചേ. ആ സർ. ഡോ, അവനെങ്കിൽ ഉണ്ടോ? അടിക്കണം, പെട്ടെന്ന് കൊണ്ട് അടിയടാ. BBC എന്തിയടാ? എനിക്കറിയത്തില്ലടാ. ശേ, ഇവനിത് എന്ത് ചെയ്യും? എടുത്ത് താഴെ വെക്കണം. ഇത് കുറേ ഉണ്ടല്ലോടാ. എവിടുന്നാ? അവനെ പിടിച്ച് വണ്ടി കയറ്റി. ആ, ഇവൻ ഫൈൻ അടിച്ച് കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് ഇറങ്ങിയല്ലേ ഉള്ളൂ സാറേ. ഓരോരുത്തരും ഒരു മെനക്കെടുത്ത. ഇത്തവണ അങ്ങനെ ആവത്തില്ലോട്. ആഹാ, ഇപ്പഴാണോ വരുന്നേ? സോറി അളിയ, ഇച്ചിരി താമസിച്ചു പോയി. നമ്മുടെ ആലംവിളയിൽ ലഹരി വസ്തുക്കളുമായി യുവാവ് അറസ്റ്റിലായിരിക്കുകയാണ്. ആലംവിള അശ്വതി സ്റ്റോറിന്റെ ഉടമസ്ഥനായ രാജീവാണ് എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നത്. അതിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 60,000 രൂപ വില മതിക്കുന്ന ലഹരി വസ്തുക്കളുമായാണ് രാജീവ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഹലോടാ, എവിടാ? എടാ, ഞാൻ ജംഗ്ഷനിൽ നിൽപ്പുണ്ട്. ഞാൻ ദാ വരുന്നു. എടാ, രാജീവിന് സാധനം കൊടുത്തൊന്നല്ലേ വീട്ടിലോട്ടാ വന്ന് കയറിയ. ഇതിനകത്തോ? ആടാ, അവൻ്റെ കാറിലേക്ക് കിടക്കുന്നു, നോക്ക്. ഈ പട്ടിക്കാട്ടിലൊക്കെ ഒന്ന് എന്തോ ചെയ്യാനടാ? ആർക്കറിയാം. നീ വാ, 2 വെള്ളം കുടിക്കാം. ആ അണ്ണാ, 2 നാരങ്ങ വെള്ളം. തോന്നോടാ, അവനല്ലേ ഇറങ്ങി വരുന്നേ. അവൻ തന്നെ ആന്നോടാ? ആടാ, ഞാൻ ഇന്നലെ കണ്ടതല്ലേ. ഇങ്ങോട്ട് നോക്കണ്ട, തിരിഞ്ഞു. പൈസ ഇടൂ. അവിടെ ആരെങ്കിലും കാണും. നോക്കാം.
എന്തേക്കോടാ? ആ കിട്ടി. ആരെങ്കിലും വരുന്ന നോക്കിക്കോണേ. അളിയ പേടിയാകും, ഒരു പ്രേതാലയം ഫീല്. എടാ ഇത് പൂട്ടിയേക്ക് വന്നു തോന്നുന്നു. എന്തുവാടാ ഇത്? ഇത് ചോക്കല്ലടാ. ഇവന് ചോക്കിന്റെ ബിസിനസ് ആണ്. എടാ ഇതൊന്ന് നോക്കി. പാവം, ചോക്ക് വിറ്റ് ഉപജീവനം നടത്തുന്നതിനെയാണ് നീ സംശയിച്ചത്. എന്താടാ അത് ചോക്കിനകത്ത് ഗുളിക? എന്തുകൊണ്ട് എല്ലാത്തിനും ഉണ്ടല്ലോ. എടാ ഇതൊന്ന് നോക്കി. അൽബതി അവന്മാരെ വിളിക്കും. ഹലോ, നിങ്ങളോടാ ടർഫിലോ? എടാ സ്നേഹമേനായകനോ? ആ നിങ്ങളോടൊക്കെ ഞങ്ങൾക്ക് വരാം. എടാ ഒരു ടർഫിലുണ്ടോ? ചോക്കോ പിച്ചും പേയും പറയാതെ വന്ന് കളിയുടെ. പൊന്നുവനെ ആവശ്യമില്ലാത്ത വള്ളിയൊക്കെ എടുത്ത് തലേ വെക്കണോ? ഡേ നീ അടിക്കുന്നുണ്ടോ? എടാ എന്തേലും ഉണ്ടെങ്കിലേ ഈ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി പറ. ഇത് ചുമ്മാ. നേരിട്ടുണ്ടോ എനിക്ക് മനസ്സിലല്ലോ. പിന്നെ എടാ സംഭവം ഇത്രേ ഉള്ളൂ. ചോക്ക് നമ്മൾ സ്കൂളിൽ യൂസ് ചെയ്യുന്ന ചോക്ക് അത് ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ട്. ആദ്യം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചോക്ക് ഉണ്ടാക്കുന്ന മോൾഡിലേക്ക് ഒരു ലെയർ ഒഴിക്കുന്നു. പിന്നീട് പൗഡർ രൂപത്തിലും സ്റ്റോൺ രൂപത്തിലുള്ള ഈ ഡ്രഗ് ഒരു കാലി ക്യാപ്സ്യൂളിലാക്കി ഇതിലേക്ക് ഇടുന്നു. ശേഷം പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് റീഫിൽ ചെയ്യുന്നു. 2 മിനിറ്റിന് ശേഷം മൗൾഡിൽ നിന്ന് ഈ സാധനം ഇളക്കി മാറ്റി ഉണക്കാൻ വയ്ക്കുന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ സാധനം ചോക്ക്, പക്ഷെ അതിനുള്ളിലാണെങ്കിലോ ഈ ഡ്രഗ്സ്. നിന്റെ സ്കൂളിലെ പേരെന്തോ? ആലഞ്ചേരി DVUPS. നീ ഉൾപ്പെടെ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ പരിസരത്ത് ഇത് വിൽക്കുന്നുണ്ട്. അതാവുമ്പോൾ ആർക്കും ഡൗട്ടും തോന്നത്തില്ല. എന്ത് ഈ ഡ്രഗ്സോ? 2500 രൂപ വില വരുന്ന സാധനം വേറെ 2 രൂപയ്ക്കാവും മാർക്കറ്റ് ചെയ്യുന്നത്. നീ എന്തോ ഉദ്ദേശിക്കുന്നത്? എടാ അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കണം. ഈ സ്കൂൾ ബേസ് ഇത്രയും വലിയ കച്ചവടം നടക്കുന്നുണ്ടെങ്കിലേ ഇതിന്റെ ബാക്കി എന്തുമായിരിക്കും? എടാ ചുമ്മാ പുലിവാല് പിടിക്കണോ? ഞാൻ പോടാ. എടാ നീ കളിക്കുന്നില്ലേ? ഓ ഞാനില്ല. ഏത് മാറിയ വണ്ടി
ദാ നിന്റെ ഒരു കൂട്ടുകാരൻ ലിൻഡോ മോളി വന്നിരിപ്പുണ്ട് കേട്ടോ. ലിൻഡോയോ? അഭിജിത്ത്, എവിടായിരുന്നു ഇത്രയും നേരം? നീ കൊള്ളാവല്ലോടാ. ഒരു കൂളിപ്പിന്റെ പുറകെ പോയിട്ട് നീ ഇപ്പൊ എവിടാ വന്ന് നിൽക്കുന്നേ? എന്തിനാടാ വേണ്ടാത്ത പരിപാടിക്ക് പോന്നേ? ആഹാ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടല്ലോ. നിന്റെ ചേട്ടൻ ചത്തേന്റെ റിവെഞ്ചിന് നീ രാജീവിനെ ജയിലിൽ കയറ്റിയില്ലേ? അത് പോരെ, ഇനി നീ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിന്നാ നിന്റെ ചേട്ടനെ പോലെ ചത്ത് ഭിത്തിയിലിരിക്കും കേട്ടാ. അമ്മ വിനായൻ എന്തേ? അവനെവിടെ ഇല്ല. എന്താ മോനെ, എന്തോ പറ്റി? അമ്മ എന്നാ കാറിന്റെ താക്കോലും തരുമോ? എടി, നീ ആ വിനായനെ നന്ദുവിനെ വിളിച്ചായിരുന്നു? അമ്മ രണ്ടുപേരെയും ഞാൻ വിളിച്ചതാണ്. അമ്മ ഒരു ഫോണൊന്നും എടുക്കുന്നില്ല. എടാ എടാ ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാരൊക്കെ എന്തിനും മടിക്കാത്ത ടീമാ. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ കയറി അരമണിക്കൂറിനുള്ളിൽ എങ്ങനെ എത്തി നിന്റെ അടുത്ത്? എനിക്കറിയാൻ വയ്യ. നീ ആ ഫോൺ എടുത്ത എക്സൈസിലെ സാറിനൊന്ന് വിളിച്ചേ. എന്തിന്? നീ ഒന്ന് വിളിക്കേ. എവിടോ? ഇതോ മുകളിൽ സാർ. സാർ ഇതോ അവിടെ. എന്താ സാറേ? താനിത് ഇവിടെ പുതിയ വാടകക്കാർ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എന്നെ ഏൽപ്പിച്ചതാ. മുമ്പ് ഇവിടെ ആരാ താമസിച്ചിരുന്നേ? മുമ്പ് 3-4 വർഷം കൊണ്ട് ഇത് പൂട്ടി കിടക്കുക. സാറേ റൂമില്ല. താനല്ലേടോ പറഞ്ഞത് ഇവിടെ ആനയുണ്ട് ചേനയുണ്ടെന്ന്? എന്തി പിള്ളേര് പറയുന്ന കേട്ട് ഇറങ്ങിക്കോളും. ചുമ്മാ മനുഷ്യന്റെ സമയം മെനക്കെടുത്ത. മാറിക്കടോ. എടാ എന്തുവാ നീ പറഞ്ഞ സാധനമൊക്കെ എന്തിയേ? എനിക്കറിയില്ല.
എടാ എടാ നീ ഇതെവിടെ പോവോ? എടാ നീ എന്തോ ഈ കാണിക്കുന്നേ? എടാ ഇതിൽ നീ കരുതുന്ന സാധനം ഉണ്ട്, അയാൾ നിനക്കെടുത്ത് തരൂ. നിനക്കൊല്ല പ്രാന്തുണ്ടോ? അബി നീ വാങ്ങിക്കോ. ചുമ്മാ ഇപ്പോൾ ഒരു ഫോൺ മാത്രമേ പോയിട്ടുള്ളൂ. നീ എൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പോകുന്നൊരു ഐഡിയ ഇല്ല. എടാ നിൻ്റെ ഫോൺ അവൻ എടുത്തോണ്ട് പോയില്ലേ? പോയി. അതിൽ ഫൈൻഡ് മൈ ഡിവൈസ് ഓണാണോ? ആണെങ്കിൽ എടി നിൻ്റെ ഫോണിങ് എടുത്ത്. എടാ എടാ നിൻ്റെ ജിമെയിലും പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്തേ. ലൊക്കേഷൻ എവിടാന്ന് അറിയാലോ. സ്വിച്ച് ഓഫ് ആണെങ്കിലോ? ലാസ്റ്റ് സ്വിച്ച് ഓഫ് ആയ ലൊക്കേഷൻ എവിടാന്ന് വെച്ചാൽ അറിയാൻ പറ്റും. നീ നോക്ക്. എടാ കിട്ടിയോ? കൊടുമൺ. കൊടുമണോ? അതെവിടെ? ഇവിടുന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ആണ്. എടാ ലൊക്കേഷൻ എവിടം വരെ കാണിക്കുന്നുള്ളൂ. എടാ നിർത്ത്. അപ്പോൾ ഇവിടെ വെച്ചായിരിക്കും ഫോൺ ഓഫായത്. നീ ആ ഫോണിങ് എടുക്കുക. എന്താടാ ഈ നോക്കുന്നേ? കറണ്ട് ലൊക്കേഷൻ സാറ്റലൈറ്റ് വ്യൂ ആ. 1 കിലോമീറ്റർ ചുറ്റുള്ള ഇവിടെ ഒരു ചുടുകട്ട പോലും ഇല്ല. അളിയ എന്താടാ? എടാ എടാ ഇതിൽ കിടന്ന ലൊക്കേഷനാ. നിർത്ത്. എന്താ ലൊക്കേഷൻ എവിടം വരെ കാണിക്കുന്നു? ഇതാണ്. എടാ അവിടെ ഒരു വീട്. അളിയ ദേ അവൻ. എടാ വണ്ടി ബാക്കിലോട്ടോ.
കാട്ടിലോട്ടോ. എന്നാലും നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്ഥലത്തെത്തിയത്? ശരിക്കും മനസ്സിലാവുന്നില്ല. എടാ മതി, എനിക്ക് പേടിയാവുന്നുണ്ട്. ചുമ്മാ നീ എന്നെ വീട്ടിൽ കൊണ്ടാക്കേ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പിടിച്ച് തലേ വെക്കണ്ടെന്ന്. അപ്പോൾ നീ കേട്ടില്ല. CID കളിച്ച് ഇവിടെ വരെ വലിഞ്ഞു കയറി.
വന്നോ? എല്ലാം കഴിഞ്ഞ് എന്തിനാണ് അങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇനി ഒരു അടി എടുത്തു വെച്ചാൽ ഉരുട്ടിയാ മരിച്ചു. എന്തുവാടാ നിന്നെ ഇനി മേലെ അവിടെ കണ്ടുവരുന്നു. ഇനി വിനായകൻ എന്ന് പറഞ്ഞ സുഹൃത്ത് ഞങ്ങൾക്കില്ല. എടാ നിന്നെ കാണുന്നതന്നെ ഞങ്ങൾക്ക് പേടിയാ. ഇനി ഞങ്ങൾക്കടാ നീ വേണ്ട. ഞാനെന്തോ നീ നടങ്ങി ആൽബി. എന്തുവാടാ? എന്തേലും ഉണ്ടേ പറ. എടാ അന്ന് അതും പറഞ്ഞു പോയവൻ രാത്രി ഇതിന്റെ പുറം ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോന്ന് ഞാൻ അറിഞ്ഞു. അന്ന് ലിൻ്റെ കണ്ട് പേടിച്ച സ്നേഹ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ നേരെ പോയത് വിനായകൻ്റെ വീട്ടിലേക്കാ. അമ്മ അവനെന്തേ? എന്താ മോനെ എന്താ പറ്റി? അല്ല എൻ്റെ ഒരു പഴയ ഫോൺ അവൻ്റെ ഇരിപ്പുണ്ട്. അറിയത്തില്ലടാ, മോൻ പോയി നോക്കിക്കോ. അളിയാ നിന്റെ ഏത് ഫോൺ? നീ വാ. എടാ നീ എന്ത് കാണിക്കുന്നേ? അഭി എടാ നീ എന്ത് നോക്കുന്നേ? അഭി എടാ എന്നാലും നിനക്കെങ്ങനെ മനസ്സിലായി? എടാ അവൻ്റെ കാറിൽ നമ്മൾ പോയത്. അപ്പോൾ ഇതിനു മുമ്പ് ആ കാർ ആ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. എൻ്റെ ഫോണിൻ്റെ ഫൈൻഡ് മൈ ഡിവൈസ് ലൊക്കേഷൻ തീരുന്നിടം തൊട്ട് പിന്നെ നമ്മളെ കൊണ്ടുപോകുന്നത് കാറിൻ്റെ മാപ്പിലെ സേവ് ലൊക്കേഷനാണ്. അപ്പോൾ ഇതിനു മുമ്പ് അവൻ ആ കാറുമായിട്ട് അവിടെ പോയിട്ടുണ്ട്. എടാ നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ആ ചോക്കിരുന്ന വീട്ടിൽ കയറി വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ ടർഫി വന്നത്? അത് കഴിഞ്ഞൊരു 30 മിനിറ്റകം ലിൻഡോ എൻ്റെ വീട്ടിൽ വന്നു. എങ്ങനെ? എടാ അവനാണോ? അതെ. എടാ ഇനി എന്ത് ചെയ്യാനാ? അറിയില്ല, ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാം. എടാ നിനക്ക് വട്ടാണോ? അതൊന്നും ശരിയാവത്തില്ല. നമുക്കിത് അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കാം. എന്തോത്തിന്? നേരത്തെ വന്നിട്ട് പോലെ കണ്ടതല്ലേ നീ? അളി അതുപോലല്ല ഇപ്പോ എല്ലാത്തിനും തെളിവില്ലേ? അതൊന്നും വേണ്ട. സ്ട്രീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ വിനായകനെ ഒത്തു. അത് വേണോ? എടാ പിന്നെങ്ങനെ? തൽക്കാലം നീ വീട്ടിൽ പോ, ബാക്കി നാളെ നോക്കാം. എല്ലാത്തിനും കാരണം ആ പോയ മൈരിന. അവനിന്റെ കാരിയറാന്ന് അറിഞ്ഞിട്ടാ പോലീസിനെ പോലും അറിയിക്കായിരുന്നു. അത് അവനെ രക്ഷിക്കാൻ. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവൻ വന്നേക്കുന്നു.
സർ, ഞാൻ വിനായകൻ. ഇന്ന് ഇന്ത്യയും സർവോപരി കേരളത്തെയും നശിപ്പിച്ച് കോടികൾ ഉണ്ടാക്കാൻ നടക്കുന്ന ലഹർ റാക്കറ്റിൽ എതിർക്കാൻ ഇന്ന് ഈ വെളിപ്പെടുത്തലുകൾ നടത്തുന്നതിനോടകം തന്നെ കോടതിയെയും സർവോപരി ദൈവത്തിനും നിരക്കാത്ത ഒരുപാട് കുറ്റങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്നു. ഇന്ന് ഞാനൊരു കൊലപാതകയാണ്. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ഹൃദയത്തിൽ ലഹരിയുടെ മൂർധന്യ അവസ്ഥയിൽ കത്തികുത്തി ഇറക്കിയ ഒരു കൊടുമ്പാവി. ഇനി എനിക്കൊരു തിരിച്ചുപോക്കില്ല. ലഹരി എന്നെ പൂർണ്ണമായി വിഴുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അടങ്ങിയ ഈ രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന ലഹരി റാക്കറ്റുകളുടെ ചില പ്രധാന തെളിവുകൾ ഞാനിവിടെ നൽകുകയാണ്. ഇനിയൊരു വിനായകനും ലിൻഡോയും ഉണ്ടാവാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇതൊരു അപേക്ഷയാണ്. ഇനി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരവകാശവും. ചെയ്തുപോയ എല്ലാ പാപങ്ങൾക്കുമുള്ള ശിക്ഷ ഞാൻ തന്നെ വിധിക്കുകയാണ്. അധികാരികൾ കണ്ണടച്ചപ്പോൾ, ഇടനിലക്കാർ കാശിനു പിന്നാലെ പാഞ്ഞപ്പോൾ നമുക്ക് നഷ്ടമായത് വരും തലമുറയാണ്. അമ്മ വാരിത്തരുന്ന ഒരുരുള ചോറിൻ്റെയും ജോലി കഴിഞ്ഞു വരുന്ന അച്ഛൻ്റെ പോക്കറ്റിലെ തേൻമിഠായിയുടെയും രുചിയറിയേണ്ട നാവിപ്പോൾ ലഹരിയുടെ വാൾമുനയാൽ മുറിവേൽക്കപ്പെട്ടിരിക്കുന്നു. ശരിക്കും ആരാണിതിന് ഉത്തരവാദി? തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ എന്തെന്ന് പോലും അറിയാത്ത ഇത്തരം മാലിന്യങ്ങൾ പിഞ്ചു കരങ്ങളിൽ എത്തുന്നുണ്ടെങ്കിൽ, എന്താണതെന്നറിയാനുള്ള ആകാംക്ഷയിൽ അവനത് എടുക്കുന്നുണ്ടെങ്കിൽ, അധികാരികൾ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഇതിന് ഉത്തരവാദികളാണ്.